പുഷ്പ ടുവിൻ്റെ പ്രീമിയർ ഷോയ്ക്കിടെ ഒരു ചേച്ചി മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ഇതും നാടകമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് നാടകീയമായിരുന്നു. അല്ലു അർജുൻ്റെ ഫ്ലാറ്റിൽ വരുന്നു, അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അല്ലു അർജുൻ ചായ കുടിക്കുന്നു, അവിടെ നിന്ന് തമാശ പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് പോലീസ് വണ്ടിയിൽ കയറി പോകുന്നത്. അപ്പോൾ കമൻറ്റുകളിലൊക്കെ ഒരുപാട് കാണുന്ന, അതായത് ഹൈദരാബാദിനെയൊക്കെ അടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട അംഗമാണ് അല്ലു അർജുൻ. അപ്പോൾ സ്വന്തമായി പ്രൈവറ്റ് ജെറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതൊരു നാടകമായിട്ടാണോ? സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, സംശയിക്കണം. പിന്നെ ഈ മരിച്ച കുടുംബത്തിന് 25 ലക്ഷം രൂപ അല്ലു അർജുൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഇതനുസരിച്ച് ഈ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ്റെ ഒരു കഴിവുകേട് കൊണ്ടായിരിക്കാം പുള്ളി ഇപ്പം ജയിലിൽ 14 ദിവസം റിമാൻഡിൽ പോകേണ്ട വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടി സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ പുറത്തു വരേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ഭീകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ അല്ലു അർജുൻ വരുന്ന കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം പറയുന്നതനുസരിച്ച് പോലീസിനെ അറിയിച്ചിരുന്നു. അപ്പം ഇങ്ങനൊരു ഷോയ്ക്ക് അല്ലു അർജുൻ പങ്കെടുക്കരുത് എന്ന് പോലീസും തിരിച്ചു പറഞ്ഞിരുന്നു. അപ്പം അത് അവഗണിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ ഈ ഷോയ്ക്ക് പങ്കെടുക്കാൻ വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പോലീസ് പറയുന്നത് കേട്ടില്ല, നിയമത്തിന് എതിരായി പ്രവർത്തിച്ചു, ബാൽക്കണിയിലായിരുന്നു താരം എന്നൊക്കെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് അല്ലു അർജുൻ അവിടെ എത്തിയതും, അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ മനസ്സിലാക്കണമായിരുന്നു താൻ എത്തിക്കഴിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമാത്രമല്ല, പണ്ട് ഷാരൂഖ് ഖാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പെട്ട് കഴിഞ്ഞപ്പം ഗുജറാത്ത് ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു ആ കേസ് റദ്ദാക്കി കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോരുത്തർക്കും അതൊക്കെ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ അങ്ങനെ പോയി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും വലിയ കേസൊന്നും ഉണ്ടാവില്ല, അതിങ്ങ് റദ്ദാക്കി കളയും എന്നുള്ള ഒരു ഇത് എല്ലാ നടന്മാർക്കും ഉണ്ടാവുമായിരിക്കും. അത് ഷാരൂഖ് ഖാൻ്റെ കേസിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. പക്ഷേ ഇനിയിപ്പം ഏത് നടന്മാരാണെങ്കിലും, അത് മലയാളത്തിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, ഏത് നടന്മാരാണെങ്കിലും ഒന്ന് പേടിക്കും. ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അല്ലു അർജുനെ പോലെയുള്ളൊരു നടൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്നേക്കാളും സുഖമായിട്ടായിരിക്കും ചിലപ്പോൾ ജയിലിൽ കിടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ഷോയ്ക്കും പങ്കെടുക്കുന്ന ഓരോ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, അതായത് പല കട ഉദ്ഘാടനങ്ങൾക്കും അതുകൂട്ട് പല പല പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പോലീസിൻ്റെ അനുമതിയോട് കൂടിയാണ് അവിടെ വരുന്നത്. പക്ഷെ അതിനുശേഷം ആൾക്കാരുടെ തിക്കിലും തിരക്കിലും പെട്ട് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ തിരിച്ചു പോകാൻ പറയുമ്പോൾ തിരിച്ചു പോകാനും ഒരു ബാധ്യസ്ഥരാണ്. അങ്ങനെ പോകുന്നവരാണ് പലരും. പക്ഷേ എങ്കിലും പോലീസിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇതൊരു വാണിംഗ് ആണ്. കാരണം ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ കോടതി വെറുതെ വിടില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം അവർ വെറുതെ വിടില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് അല്ലു അർജുൻ കൊടുത്തു, നല്ല കാര്യമാണ്. പക്ഷേ ഒരു വീട്ടിലെ ഒരു അമ്മയാണ് മരിച്ചത്, 2 പിള്ളേരുണ്ട്, ഒരു കെട്ടിയവനുണ്ട്. അപ്പം അല്ലു അർജുന് ഭയങ്കര വിഷമത്തോടു കൂടി ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അല്ലു അർജുൻ. പക്ഷേ ഈ ഒരു സാഹചര്യം അല്ലു അർജുന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ പുഷ്പ 2 ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല കാലമാണ് കേട്ടോ. സിനിമ വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും 1000 കോടിയൊക്കെ കഴിഞ്ഞു. പ്രൊഡ്യൂസർക്ക് എന്തായാലും ലാഭം ഉണ്ടാക്കി കൊടുത്തു കാണും. ഇനിയിപ്പോൾ അടുത്ത നാഷണൽ അവാർഡിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ അല്ലു അർജുൻ നല്ലൊരു മനുഷ്യനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ അല്ലു അർജുൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു കോൺവെർസേഷനിലുണ്ടായ ഒരു പ്രശ്നമായിരിക്കാം ഇതിനകത്തേക്ക് നയിച്ചത്. അല്ലു അർജുൻ ചിലപ്പോൾ അറിഞ്ഞു കാണൂല പോലീസിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞു കാണൂല. പിന്നെ തിയേറ്ററുകാർ നോക്കുമ്പോഴും തിയേറ്ററുകാർക്കൊരു ഹൈപ്പാണ് അല്ലു അർജുൻ വരിക, അല്ലെങ്കിൽ അവിടെ വന്നിരുന്ന് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ തിയേറ്ററുകാർക്കൊരു ഹൈപ്പാണ്. അപ്പോൾ തിയേറ്ററുകാർ ഇനി അത് മറച്ചു വെച്ചതാണോ, ഈ തിയേറ്ററുകാർ പോലീസുകാരോട് പറഞ്ഞില്ലേ? അപ്പോൾ മൊത്തത്തിലൊരു അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എന്താണെങ്കിലും അല്ലു അർജുനെ റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. പക്ഷേ ജയിലിലാണ് അല്ലു അർജുൻ, സുഖജീവിതമായിരിക്കും വിശ്വസിക്കാം. എങ്കിലും ജയിലിലാണല്ലോ, ഇത്രയും നല്ല സുഖമായിട്ട് കിടന്ന ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല, എങ്കിൽ പോലും ഒരു മരണത്തിന് ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് നടന്മാർക്കും മറ്റ് സെലിബ്രിറ്റീസിനും ഇതൊരു പാഠമായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം ജയിലിൽ പോയി കിടക്കും. പിന്നെ നാടകമാണോ
അറിയില്ല, നാടകമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അല്ലു അർജുൻ്റെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ നല്ല പിടിപാടുള്ള ആൾക്കാരാണ് എന്നാണ് വിശ്വാസം. അപ്പം ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരാതിരിക്കില്ല. പക്ഷെ 14 ദിവസം ഇതിൽ കിടക്കണം, അത് വിഷയമാണ്.